നമുക്കിതൊരു ഫ്രൂട്ട് പ്ലാന്റ് നടാമേ. ഈ ചട്ടിയിലാട്ടോ നടുന്നത്. ഞാനപ്പോൾ ഇത് കാണിച്ചുകൊണ്ട് വന്നപ്പോൾ ആരോ വന്നു. അതാണ് കേട്ടോ അങ്ങോട്ട് നോക്കുന്നത്. ഇത് ചട്ടി പോട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളുടെ ഈ കമ്പോസ്റ്റ് ചെയ്യാനുള്ളൊരു നമുക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ തരുമായിരുന്നല്ലോ കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കമ്പോസ്റ്റിന് വേണ്ടി ഞാനിപ്പോൾ വേറൊരു സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിൽ നമുക്ക് ചെടി നടാമെന്ന് വിചാരിച്ചു. ചെടി എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ചെടികൾ, അതായത് ഫ്രൂട്ട് പ്ലാന്റ്സ് എന്തെങ്കിലും നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. നല്ല ഡ്രെയിനേജൊക്കെ ഉള്ളതാണത്. എന്നാലും ഞാൻ താഴെ കുറച്ച് ഡ്രെയിനേജിന് വേണ്ടിയിട്ടുള്ള ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ട് മാത്രം 2 കല്ല് മാത്രം അടിയിൽ വെച്ചിട്ട്, പിന്നെ കരിയില, കുറച്ച് കരിയില ഇട്ടിട്ടുണ്ട്. പിന്നെ ചാണകം അധികമായിട്ട് എടുത്തിട്ട് കുറച്ച് മണ്ണും കൂടെ ചേർത്തിട്ടുള്ള മിക്സ് ഇട്ടു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എല്ലുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടിവെള്ളമായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കമ്പോസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് കരിയില വീണ് കിടക്കുന്ന കമ്പോസ്റ്റ്. അപ്പോൾ അതേ നല്ല പണിയായിരുന്നു കേട്ടോ. കാര്യം ഇച്ചിരി നേരമേ വെയിൽ വരുന്നുള്ളെങ്കിലും നല്ല വെയിലാണ്, നല്ല ചൂടുണ്ട്. മാത്രമല്ല ഈ മണ്ണൊക്കെ പുറകു വശത്തുനിന്ന് വേണം ചുമന്നുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് നല്ല വലിപ്പമുള്ള പോട്ടാണ് കേട്ടോ. അതുകൊണ്ട് അത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വന്നു. എൻ്റെ പരിപ്പിളയിൽ തന്നെ അറിയാം. അപ്പോൾ ഇതാണ് കേട്ടോ ലില്ലിപ്പില്ലി എന്ന് പറയുന്ന ഫ്രൂട്ട് പ്ലാന്റ് മാത്രമല്ല, ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടും യൂസ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റുള്ള ഫ്രൂട്ടൊന്നുമല്ല, കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ടാണ് ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലുണ്ടാകുന്ന ഫ്രൂട്ട് നമുക്ക് എഡിബിളാണ്, കഴിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ ഫ്രൂട്ട് പ്ലാന്റ് ഒന്നും നട്ട് നല്ല പരിചയമൊന്നുമില്ല. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ കമ്പോസ്റ്റും ചാണകപ്പൊടിയും നല്ല മണ്ണും ഒക്കെ ചേർത്തിട്ട് ഞാനങ്ങ് നട്ട് കൊടുക്കുവാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചട്ടിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ നട്ട് കൊടുക്കുന്നുണ്ട്. ഞാനതിൻ്റെ ലില്ലിപ്പില്ലി ഉണ്ടായി നിൽക്കുന്ന ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടാവും. അപ്പോൾ അതേ അത്രേ ഉള്ളൂ കേട്ടോ. അത് ചെയ്തു വന്നപ്പോഴത്തേക്കും എൻ്റെ ഊപ്പാട് വന്നു. വെയിലിന് നല്ല ചൂടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ മഴയൊക്കെ ഉണ്ടോ അതോ ഇപ്പോഴും വെയിൽ തന്നെയാണോ? ഇത് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നല്ല കഷ്ടപ്പാടായിരുന്നു കേട്ടോ. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത്. ഇനിയൊരാഗ്രഹം പോട്ടിൽ നടാൻ പറ്റുന്ന ഒരു മൾബറി ചെടി നടണമെന്നാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.